ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർത്ത് പറവൂർ ചെയ്ത ഒരു വർക്കാണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഈ ഒരു വീട്ടിൽ കിച്ചണും പിന്നെ അതേപോലെ TV യൂണിറ്റ്, പ്രയർ യൂണിറ്റ് എന്നീ വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തത്. വളരെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഈ ഒരു വീഡിയോസിൽ പറയുന്നില്ല. ഫിനിഷിംഗ് സ്റ്റേജിലുള്ള ആ ഒരു വീഡിയോ ആണ്. ഓൾറെഡി സ്ലേബ് വാർത്ത ഒരു കിച്ചണാണിത്. കിച്ചണും പിന്നെ അതേപോലെ വർക്ക് ഏരിയയും ഒരുമിച്ചാണ് ഇവിടെ ഈ ഒരു വീട്ടിലുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടുത്തെ വർക്ക് ചെയ്തു കൊടുത്തത്. അടിഭാഗത്തെ ആ ഒരു കവറിങ്ങും മുകൾ ഭാഗത്ത് ഫുള്ള് ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. ബ്ലാക്ക് ഫ്രെയിം, പ്ലേറ്റിങ്ങിൽ വരുന്ന ബ്ലാക്ക് ഫ്രെയിമിൽ ഗ്രീൻ ഷെയ്ഡുള്ള ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ലെക്സയുടെ PVCയുടെ ലേമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. മെയിൻ കിച്ചണും പിന്നെ അതേപോലെ വർക്ക് ഏരിയയും തമ്മിൽ അതിൻ്റെ ഇടയിലായിട്ടൊരു പാർട്ടിഷൻ പോലെ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് കൊണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത്. അധികം അക്സസറീസുകളൊന്നും ചെയ്യാതെ പ്ലേറ്റ് ആൻഡ് ഓയിൽ പുൾ ഔട്ട്, കട്ട്ലറി എന്നീ യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു കിച്ചണിൽ ചെയ്തു കൊടുത്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ കിച്ചൻ്റെ ലോഫ്റ്റ് സൈഡും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി സ്ലേവ് വാർത്ത ആ ഒരു ഭാഗമാണ്. അതിൻ്റെ കവറിങ് മാത്രമാണ് ചെയ്തു കൊടുത്തത്. ഈ ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഈ ഒരു ടോളി യൂണിറ്റ് ആണ്, ഗ്ലാസ് കൊണ്ട് ചെയ്ത. $304 വരുന്ന അക്സസറീസുകളാണ് ചെയ്തു കൊടുത്തത്. കട്ട്ലറിയും പിന്നെ അതേപോലെ പ്ലേറ്റ് ബാസ്ക്കറ്റും ഓയിൽ പുള്ളൗട്ടൊക്കെ $304 ചെയ്തു കൊടുത്തത്. ക്യൂബ എന്ന് പറയുന്ന കമ്പനിയുടെ. ഇതിൻ്റെ ഫ്രെയിം ഉള്ളിലായിട്ടും ഡോറ് പുറത്തേക്കായിട്ടാണ് ചെയ്തത്. ഓൾറെഡി നിങ്ങൾ സ്ലേവ് വാർക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ തള്ളൊരു 3 ഇഞ്ചെങ്കിലും പുറത്തേക്ക് സെറ്റാക്കി കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഡോറ് സെറ്റാക്കുന്ന സമയത്ത് ഡോറ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഇവിടുത്തെ ടോളി യൂണിറ്റ്. ഗ്ലാസിൻ്റെ തട്ടുകളാണ് അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഷെയ്ഡിൽ വരുമ്പോൾ 1 വാട്ടിൻ്റെ ലൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. മെയിൻ കിച്ചൺ കഴിഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അതിലൊരു ചെറിയൊരു ബോക്സ് മുകൾ ഭാഗത്തായിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കോർണറിലായിട്ട് ഒരു ഗ്ലാസും കൂടി സെറ്റ് ചെയ്തു. ഈ ഒരു ഭാഗം ഇവിടുത്തെ ബേസിൻ്റെ ഭാഗമാണ്. ബേസിൻ്റെ ബോട്ടൺ ഏരിയയുടെ കവറിങ് മാത്രമാണ് ചെയ്തു കൊടുത്തത്. അതേപോലെ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ലെക്സയുടെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് അതിനായിട്ട് ഉപയോഗിച്ചത്. ഇനി ഇവിടെ ചെയ്തത് TV യൂണിറ്റ് ആണ്. വളരെ സിമ്പിളായിട്ടാണ് TV യൂണിറ്റ് ചെയ്തത്. അടിയിലായിട്ട് ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ട് ലോവർ പാനൽ വെച്ചിട്ട് പാനലിംഗ് ചെയ്തിട്ടാണ് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തത്. PVCയുടെ ലോവർ പാനലാണ് അതിനായിട്ട് യൂസ് ചെയ്തത്. അതേപോലെ ഇവിടെ മറ്റൊരു വർക്ക് എന്ന് പറയാനുള്ളത് പ്രയർ യൂണിറ്റ് ആണ്. പ്രയർ യൂണിറ്റും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രയർ യൂണിറ്റും TV യൂണിറ്റും ഈ ഒരു കിച്ചണൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രയർ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ബാക്ക് സൈഡിലായിട്ട് ലൂവേഴ്സ് പാനലും കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ സ്പേസ് ആയിട്ട് അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ച് PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.